ഹായ്, ഇന്ന് നമുക്ക് തക്കാളിച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം നെയ്യോ നല്ലെണ്ണയോ എന്ത് വേണമെങ്കിലും നമുക്കെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. 2 ഉണക്കമുളക്, കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. ഇനി നമ്മളിതിൽ ചേർക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണേ ഉള്ളൂ, രണ്ടും കൂടി. ഇനി എരിവിന് വേണ്ടി 3 പച്ചമുളക്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇടാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരട്ടെ. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. 3 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള തക്കാളി എടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ തക്കാളി നന്നായിട്ട് വേകണം. അപ്പം നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്തുടയണം. നമുക്കിനി മൂടി വെച്ച് വയ്ക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് റൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരി. വൈറ്റ് റൈസ് ഏതാണേലും നമുക്കെടുക്കാം. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ ഉപ്പിട്ട് വേവിച്ചാണ്. നമുക്കിത് ഇളക്കാം. അധികം വേഗരുത്. വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് കുഴഞ്ഞു പോയാൽ നമ്മുടെ തക്കാളി ചോറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അധികം വേകാതെ വേണം നമ്മൾ അരി എടുക്കാൻ. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടൊരു ചോറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.